ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ നാട്ടിൽ ഇതിന് നെല്ലിപ്പുളി എന്നൊക്കെ പറയും, ചില ഭാഗത്ത് അരിനെല്ലിക്ക എന്നൊക്കെ പറയാറുണ്ട്. ഇത് വെച്ച് നമുക്കൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായി ആദ്യം നമ്മളിവിടെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായ ശേഷം നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഉണക്കമുളകാണ്. ഞാനിവിടെ ഒരു 4 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും കുറച്ച് അച്ചാർ പൊടി കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്. അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഇപ്പോൾ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച നെല്ലിപ്പുളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് സുർക്ക ഒഴിച്ചു കൊടുത്ത് നമ്മൾ നെല്ലിക്ക ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5-10 മിനിറ്റ് തന്നെ മതിയാവും. ഇപ്പോൾ നമ്മളെ നെല്ലിക്ക ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിൽ കടുകും ഉലുവയും കൂടി പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ അച്ചാറിന് പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ അച്ചാർ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.